പശ്ചിമ ബംഗാളിൽ SIR നടപ്പിലാക്കി തുടങ്ങിയതോടെ അവിടെ നിന്ന് അനധികൃതമായി നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഭാരത് ലൈവ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് കൂട്ടപലായനം ചെയ്യുന്ന ബംഗ്ലാദേശികൾ ഒരു വിഭാഗം തിരികെ ബംഗ്ലാദേശിലേക്കല്ല മടങ്ങുന്നത്, മറിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും ഒക്കെ ആശങ്ക മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവർ കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പങ്കുവച്ചത്. ഇപ്പോഴിതാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ, വാർത്തകൾ ഈ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കഴിഞ്ഞ ദിവസം കർണാടകയിൽ 9 ബജ്റംഗ് ദൾ VHP പ്രവർത്തകരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. നേതാക്കളടക്കം സുദേവ്, സന്തോഷ് തുടങ്ങിയ നേതാക്കളടക്കം 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയണ്ടേ? ഒരാഴ്ച മുമ്പ് തന്നെ ഇവർ ചിക്കമംഗളൂർ ജില്ലയിലെ മുടിഗരെ പട്ടണത്തിലെ അനധികൃതമായി ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് കാണിച്ച് പോലീസിന് പരാതി നൽകി അവിടെ എത്തിയിരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ, അത് ആസാമികളുണ്ട്, ബംഗാളികളുണ്ട്, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരുണ്ട്, ഇവരുടെ വിവരങ്ങൾ, രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് VHP ബജ്റംഗ് ദൾ പ്രവർത്തകർ കർണാടക പോലീസിന് പരാതി നൽകി. എന്നാൽ ഒരാഴ്ചയിലധികമായിട്ട് പോലീസ് ഈ പരാതി മുഖവിലക്കെടുക്കുക പോലും ചെയ്യാതെ അതിൻ്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു. ഒടുവിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ നേരിട്ടിറങ്ങി ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാൻ ആരംഭിച്ചു. മറ്റു വഴികളില്ല. കാരണം ബജ്റംഗ് ദൾ പ്രവർത്തകർ പറയുന്നത് ഈ ആസാമികളെന്ന വ്യാജേന ബംഗ്ലാദേശികളാണ് നുഴഞ്ഞു കയറിയിരിക്കുന്നതിൽ പലരും. അതുകൊണ്ട് ഇവർ കർണാടകയിൽ വലിയ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമാകും. ഇവരെ കണ്ടെത്തി ഇവിടുന്ന് തിരിച്ചയക്കണം. അതിന് പോലീസിൽ പരാതി നൽകി, നിവേദനങ്ങൾ നൽകി പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുന്നില്ല. ഒടുവിൽ കർണാടകയുടെ സമാധാനപൂർണമായ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ തന്നെ ഈ വിഷയം നേരിട്ട് പരിശോധിക്കാൻ ഇറങ്ങി എന്നാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ പറയുന്നത്. ശരിയാണ്, നിയമം കയ്യിലെടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. പക്ഷേ നിരവധി തവണ പോലീസിൽ ജില്ലാ ഭരണകൂടത്തിനടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അവർ നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതോടുകൂടി വിഷയം ദേശവ്യാപകമായി പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കർണാടകയിൽ സ്നേഹത്തിൻ്റെ കടയാണ് രാഹുൽ ഗാന്ധി തുറന്നത്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരെ ആ സ്നേഹത്തിൻ്റെ കടയിൽ പാർപ്പിച്ച് പോറ്റി വളർത്തുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കർണാടക സർക്കാർ ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ചിക്കമംഗളൂർ ജില്ലയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അതുമാത്രമല്ല, ധാരാളം കാപ്പിത്തോട്ടങ്ങൾ ഉണ്ട്. കാപ്പി വിളവെടുക്കാനുള്ള സമയമായി വരുന്നു. ഈ സമയത്ത് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ തൊഴിലാളികൾ കൂട്ടം കൂട്ടമായി ഇവിടേക്ക് വരിക സാധാരണമാണ്. എന്നാൽ ഇക്കുറി ഇങ്ങനെ വന്ന തൊഴിലാളികൾക്കൊപ്പം അനേകം ബംഗ്ലാദേശികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉയരുന്ന പരാതി. ബജ്റംഗ് ദൾ ചൂണ്ടിക്കാട്ടുന്നതും ഈ അപകടമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് വളരെ കൃത്യമായി നടപടി സ്വീകരിക്കണം. ആസാമികളും ബംഗാളികളും അല്ലാത്തവരെ കണ്ടെത്തി വേണ്ട നിയമ നടപടി സ്വീകരിച്ച് ഈ രാജ്യത്തുനിന്ന് പുറത്താക്കണം എന്നാണ് VHPയും ബജ്റംഗ് ദളും ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശികളെ ഒരു കാരണവശാലും
കർണാടകയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. എന്തായാലും ഇതൊരു ക്രമസമാധാന പ്രശ്നമായി വളരാൻ സാധ്യതയുണ്ട്. കർണാടക സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. ഏകപക്ഷീയമായി VHP ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ മാത്രം കേസെടുത്ത് ഈ വിഷയം അടിച്ചമർത്താമെന്ന് കരുതണ്ട എന്ന് BJP മുന്നറിയിപ്പ് നൽകുന്നു. കർണാടകയിൽ മുഖ്യ പ്രതിപക്ഷമാണ് BJP. മാത്രമല്ല, ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ്. സിദ്ധരാമയ്യയാണ് ഈ വിഷയം ഇപ്പോൾ എടുത്തിട്ടത്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഇതേക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് മൗനമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. നമുക്കറിയാം, കോൺഗ്രസ് കർണാടകയിൽ ചെറുതല്ലാത്ത പ്രതിസന്ധി നേരിടുകയാണ്. അവിടെ ഭരണമാറ്റം, നേതൃമാറ്റം ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം രംഗത്തുണ്ട്. കോൺഗ്രസ് MLA-മാർ ശക്തമായി DK ശിവകുമാറിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. സിദ്ധരാമയ്യയെ മാറ്റി DK ശിവകുമാറിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത്തരത്തിൽ കർണാടകയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വരാൻ സാധ്യതയുള്ളപ്പോഴാണ് ഇങ്ങനൊരു വിഷയം അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. വീണ് കിട്ടിയ ഇരയാണ് ഈ വിഷയം സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരായ നടപടി അദ്ദേഹം കടുപ്പിക്കും എന്ന് തീർച്ചയാണ്. അതേസമയം നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് പാലും പഴവും നൽകി പോറ്റി വളർത്തുമെന്ന് ഉള്ള കാര്യവും ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞു. ഇവിടെ നേരത്തെ തന്നെ നമ്മൾ ഈ വിഷയം ഏതാണ്ട് ഒരു മാസം മുമ്പ് ചർച്ച ചെയ്യുമ്പോൾ ബംഗാളിൽ SIR നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്ന, മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ആസാമിലെ ദീബ്രു ജില്ലയിൽ നിന്നടക്കം, ദീബ്രു ജില്ലയിൽ നിന്ന് ഈ ബംഗ്ലാദേശിലേക്ക് വലിയ കുത്തൊഴുക്കാണ്. ഇങ്ങനെ ആൾക്കാരിങ്ങനെ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായം ചെന്നവരും ഒക്കെ, ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ റോഡിലൂടെ നിരയായിട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഈ ദൃശ്യങ്ങൾ സത്യമാണോ എന്നും പരിശോധിച്ചു. നമ്മുടെ ചാനലുകളെല്ലാം ഫാക്ട് ചെക്കുമായിട്ട് ഇരിക്കുകയാണ്. അവരെല്ലാവരും പരിശോധിച്ചു. മാതൃഭൂമി, മീഡിയ വൺ തുടങ്ങിയ എല്ലാവരും പരിശോധിച്ചു. ആർക്കും അതിൽ ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൃത്യമായിട്ട് അത് ബംഗ്ലാദേശിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് മലയാള മാപ്രകൾ, മലയാളം ചാനലുകൾ ഇക്കാര്യത്തിൽ മൗനം പാലിച്ച വാർത്ത പോലും കൊടുക്കാതെ ഇരുന്നത്. എന്നാൽ ദേശീയ മാധ്യമങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒളിക്കാനൊന്നുമില്ല അവിടെ. അന്ന് തന്നെ ഈ ഏതാണ്ട് ഒരു മാസം മുമ്പ് നമ്മുടെ 2025 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്ന ആ നിയമത്തിന്റെ വെളിച്ചത്തിൽ SIR കൂടി നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ രാജ്യം വിട്ടു പോകുമെന്ന് നമ്മൾ അന്നേ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ മടങ്ങിപ്പോകേണ്ടി വരുന്ന ബംഗ്ലാദേശികൾ ഒരു പക്ഷേ മടങ്ങിപ്പോകാതെ ചെറിയൊരു വിഭാഗമെങ്കിലും ദക്ഷിണേന്ത്യയിലേക്ക് കുടിയേറാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കാര്യങ്ങൾ വ്യക്തമാണ്. കർണാടക സർക്കാർ രണ്ട് കൈയും നീട്ടി ഈ ആസാമികളെന്നും ബംഗാളികളെന്നുമുള്ള വ്യാജേന ബംഗ്ലാദേശികളെ സ്വീകരിക്കുകയാണോ, അവിടെ സംരക്ഷണം കൊടുക്കുകയാണോ, അവരെ പാലിക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. തീർച്ചയായിട്ടും VHPയുടെയും ബജ്രംഗ് ദളിൻ്റെയും ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം നാളെ കർണാടക സംസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വർഗീയ ലഹള ഉണ്ടായാൽ ഈ സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാർ കൈയും കെട്ടി നോക്കിയിരിക്കും. അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അനധികൃതമായി ഒരു വിദേശിയെയും, അത് എത്ര അടുപ്പമുള്ള അയൽക്കാരനായാലും ശരി, ഒരു വിദേശിയെയും നുഴഞ്ഞു കയറാൻ സമ്മതിക്കരുത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആപത്താണ് എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ.